morning dears, welcome back to JK's Tutor. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിംഗ് ഫോർ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ സക്സസ് എന്ന പേപ്പറിലെ 4th ചാപ്റ്ററായ എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്നുള്ള ആ ഒരു ഭാഗമാണ്. അപ്പോൾ നോക്കാം. അതിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഷേപ്പിംഗ് സ്ട്രാറ്റജീസ്. നമ്മൾ മുന്നേ ഒരു എസ്സേ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു എസ്സേ എങ്ങനെ എഴുതണം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റെപ്സും പറഞ്ഞതാണ്. ഇനി അതിനുശേഷം എങ്ങനെ ഒരു എസ്സേ ഡെവലപ്പ് ചെയ്യണം, അതിൻ്റെ നേച്ചറും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് അതിൻ്റെ ടോപ്പിക്കും തീസിസ് സ്റ്റേറ്റ്മെൻറ്റും എല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെ ഒരു എസ്സേ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എഴുതണം, അതിന് ചില സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ പറയാൻ പോകുന്നത്. നോക്കാം. You will be following one of the rhetorical modes like description, narration, argument, compare and contrast, cause and effect in your writing. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു rhetorical mode യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു എസ്സേ ഡെവലപ്പ് ചെയ്യാറ്. Your strategies for developing the content will depend largely on your essay type or the rhetorical style you are planning to follow. നിങ്ങളുടെ ഈ ഒരു എസ്സേ ഡെവലപ്പ് ചെയ്യാനുള്ള സ്ട്രാറ്റജി, അതിൻ്റെ കണ്ടൻറ്റ് എല്ലാം ഈ ഒരു എസ്സേ ടൈപ്പിനെ അല്ലെങ്കിൽ അതുപോലെ ഈ ഒരു റെറ്റോറിക്കൽ മോഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും. The term rhetoric and rhetorical refers to the ways you adopt to communicate effectively. Rhetorical or rhetoric എന്നുള്ള അതിൻ്റെ ഒരു അത് എന്താണ് റെഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ആ ഒരു രീതിയാണ് ഇങ്ങനെ പറയുന്നത്. Then rhetorical modes are your strategies to reach out to your audience. When you speak or write, you need to ensure that you are convincing enough to make the reader accept your views. Sometimes different modes of writing coexist in an essay. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റെറ്റോറിക് ഓർ റെറ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഫക്റ്റീവായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ ഒരു നിങ്ങൾ അതിനെ അഡോപ്റ്റ് ചെയ്യുന്ന ഒരു വേ, അതിനെയാണ് നമ്മൾ റെറ്റോറിക്കൽ എന്നുള്ള വേർഡ്സ് കൊണ്ട് റെഫർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് എഫക്റ്റീവായിട്ട് നിങ്ങളുടെ ഐഡിയ ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത്, അവരെ കൺവേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When you speak or write, you need to ensure that you are convincing enough to make the reader accept your views. നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും നിങ്ങളൊരു കാര്യം ഉറപ്പിക്കണം, നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളെ ഒരു ഓഡിയൻസിനെ കൺവിൻസ് ചെയ്യിക്കുന്നുണ്ട്, ആ ഒരു കാര്യം കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. Then rhetorical modes commonly used in academic writing assignments include discussions, persuasions and arguments, comparison and contrast, cause and effect, defining and classifying. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് കോമൺ ആയിട്ട് ഈ ഒരു അക്കാഡമിക് റൈറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നത്. അക്കാഡമിക് റൈറ്റിംഗ് അസൈൻമെൻറ്റ്സിൽ ഉള്ള കാര്യങ്ങളാണ് ഡിസ്കഷൻ, പെർസുവേഷൻ ആൻഡ് ആർഗ്യുമെൻറ്റ്, കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് ഇഫക്റ്റ്, ഡിഫൈനിങ് ആൻഡ് ക്ലാസിഫൈയിങ്. Narration and description are popular modes of writing employed in creative writing. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ കീഴിൽ അതിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു നറേഷൻ and description. However, such modes of writing may also be incorporated in your academic paper if the assignment demands. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളൊരു എസ്സേ കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ ഈ രണ്ട് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്? നറേഷനും ഡിസ്ക്രിപ്റ്റീവും. അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൻ്റെ ഇതിൽ വരുന്ന രണ്ട് ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു, നറേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. അതിൽ നറേഷൻ എന്താണെന്ന് നോക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So, narrative is a rhetorical mode suitable for relating a sequence of events or thought. എന്തിനാണ്? ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് ഓർ തോട്ടിനെ റിലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു rhetorical മോഡാണ് ഈ നറേഷൻ എന്ന് പറയുന്നത്. Looked from a broad perspective, narratives may be either fictional or non-fictional. For example, right from your early childhood, you have been told stories of animals-human relationship. അപ്പോൾ ഒരു ബ്രോഡ് പേഴ്സ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നറേറ്റീവ് മേ ബി either ഫിക്ഷണൽ ഓർ നോൺ ഫിക്ഷണൽ. ഫിക്ഷണൽ ആവാം, നോൺ ഫിക്ഷണൽ ആവാം എന്ന് പറയുന്നുണ്ട്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Right from your early childhood, you have been told stories of animals-human relationship. Animal-human relationshipനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. Mowgli from Rudyard Kipling's Jungle Book is an example of a human character in close proximity with the animal. ഈ റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ മൗഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള മൗഗ്ലിയുടെ ജംഗിൾ ബുക്കിലെ മൗഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ആനിമൽസുമായിട്ട് അതിൻ്റെ ലൈഫിലെ ഒരു ക്ലോസ് റിലേഷൻഷിപ്പ് നമുക്ക് അതിൽ കാണാം. യു ഹാവ് ഓൾസോ റീഡ് ഇൻ ന്യൂസ് പേപ്പർ ഓഫ് ഇൻസിഡൻസ് ഇൻവോൾവിങ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആനിമൽസ്. അതുപോലെ തന്നെ ഒരു ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസ് കാണാം. ഇപ്പോൾ ആനിമൽസിൻ്റെയും ഹ്യൂമൻസിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ന്യൂസുകൾ സാധാരണ വരാറുണ്ട്.
Such news stories present instances of human-animal conflict as well as bonhomie. അപ്പോൾ എന്താണ് അത്തരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സിൽ എന്ത് ടൈപ്പ് ന്യൂസുകളാണ് വരാറുള്ളത്? പലപ്പോഴും some incidents involving human beings and animals. Such news stories present instances of human-animal conflict. Sometimes human-animal conflict ആയിരിക്കാം. At the same time, it may be as well as bonhomie. Bonhomie means ഒരു cheerful friendliness എന്നൊക്കെ പറയാം. ആ വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. bonhomie എന്ന് വെച്ചാൽ cheerful friendliness. അപ്പോൾ അത്തരത്തിലുള്ളതായിരിക്കും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ന്യൂസുകൾ സാധാരണ കാണുന്നതാണ്. Although both these types of stories present as with animal and humans, the former is a fictional or a made-up story, while the latter is non-fictional. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ജംഗിൾ ബുക്കിൻ്റെ കാര്യം, അതുപോലെ രണ്ടാമത് പറഞ്ഞു എന്താണ് ന്യൂസ് പേപ്പറിലെ ഒരു ന്യൂസ് സ്റ്റോറിയുടെ കാര്യം. അപ്പോൾ രണ്ടും ആനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അങ്ങനെയൊക്കെ ആയിരുന്നാലും ഇത് തമ്മിലൊരു ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് വൺ ഫിക്ഷണലാണ്, ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അതും പക്ഷേ ലെറ്റർ ഈസ് നോൺ ഫിക്ഷണൽ ഓർ ഫാക്ച്വൽ. ബട്ട് ഒരു ന്യൂസ് റിപ്പോർട്ട് എന്താണ് എപ്പോഴും ഫാക്ച്വൽ ആയിരിക്കും. അപ്പോൾ അതാണ് തമ്മിലുള്ള വ്യത്യാസം. രണ്ടിൻ്റെയും ആ ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ സെയിം ആണ്. ഒരു ആനിമൽ ഹ്യൂമൻ റിലേഷൻഷിപ്പാണ്. അത് പോസിറ്റീവായിട്ടുള്ളതാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ളതാണ്. പക്ഷേ ഫസ്റ്റ് വൺ എന്താണ്? അത് ഫിക്ഷണലാണ്. ഫിക്ഷണൽ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ സെക്കൻഡ് വൺ എന്താണ്? പറയുന്ന സെയിം ടോപ്പിക്കാണ്, പക്ഷേ എന്താണ്? അത് ഫാക്ച്വൽ ആണ്. ഒരു ന്യൂസ് റിപ്പോർട്ടല്ലേ, അപ്പോൾ അതങ്ങനെയാണ്. അതാണ് അതിൻ്റെ ഡിഫറൻസ്. However, any kind of writing that brings out a story, fictional or real, can be considered a narrative. അതെന്താണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നറേറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ അതാണ് നറേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിനെക്കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കുക. ദെൻ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ടേബിൾ 4.1-ൽ. example of fictional narratives, examples of non-fictional narrative. Examples of fictional narratives നോക്കാം. ഷോർട്ട് സ്റ്റോറി, നോവല്ല, നോവൽ, ഫോക്ലോർ, orator, stories transmitted orally, particularly during pre-literate times. Orator എന്ന് വെച്ചാൽ stories transmitted orally. orally എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബലാഡ്സ് ഒക്കെ അതിൽ പെടുന്നതാണ് ചിലതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഈ പാട്ടുകളെ രൂപത്തിൽ പണ്ട് കാലത്ത് കണ്ടിട്ടില്ലേ ചില കഥകൾ, മുത്തശ്ശി കഥകളൊക്കെ എവിടെയും പ്രിൻ്റ് ചെയ്തിട്ടോ പബ്ലിഷ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുള്ള, ഓറലി പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. ദെൻ എക്സാമ്പിൾ ഓഫ് നോൺ ഫിക്ഷണൽ നറേറ്റീവ്സ് നോക്കാം. ഓട്ടോബയോഗ്രഫി ഓർ ലൈഫ് റൈറ്റിംഗ്, ദെൻ ബയോഗ്രഫി, ന്യൂസ് റിപ്പോർട്ട്, ന്യൂസ് പേപ്പർ എസ്സേ, ഹിസ്റ്റോറിക്കൽ അക്കൗണ്ട്സ്, റീകൗണ്ട് ഓഫ് ഇൻസിഡൻസ്, ടെസ്റ്റിമോണീസ് ഓർ കൺഫെഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള നറേറ്റീവ്സിൽ വരിക. നമുക്ക് ആ ന്യൂസ് പേപ്പർ സ്റ്റോറി അതുപോലെ ഒരു നോവലിനെ കുറിച്ച് കമ്പയർ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവും. ഏതാണെങ്കിലും നറേഷനിലാണ് വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാം. ദെൻ അടുത്തതായിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ നറേറ്റീവ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോയിന്റ്സ് വന്നിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് വൺ പ്ലോട്ട് ഉണ്ടായിരിക്കും. ദെൻ സെറ്റിംഗ്. നെക്സ്റ്റ് വൺ ക്യാരക്ടേഴ്സിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ സബ്ജക്ട്സ് ഓർ പീപ്പിൾ ഇൻ എ നറേറ്റീവ്. ക്യാരക്ടേഴ്സ് എന്താണ്? ഒരു സബ്ജക്റ്റ് ഓർ പീപ്പിൾ ഇൻ എ നറേറ്റീവിൽ സബ്ജക്റ്റ് ഓർ പീപ്പിൾ ആയിരിക്കും. ദെൻ ദ ക്യാരക്ടേഴ്സ് മേ ഇൻക്ലൂഡ് പ്രോട്ടോഗോണിസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ്. സെൻട്രൽ ക്യാരക്ടർ, അതായത് പോസിറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ ക്യാരക്ടറിനെയാണ് നമ്മൾ പ്രോട്ടോഗോണിസ്റ്റ് എന്ന് പറയാം. ആൻഡ് ആൻറ്റഗോണിസ്റ്റ്, ദോസ് സെറ്റ് അഗെയിൻസ്റ്റ് ദി സെൻട്രൽ ക്യാരക്ടർ, അതായത് ഒരു വില്ലൻ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ക്യാരക്ടറിനെതിരായിട്ട് നിൽക്കുന്ന ക്യാരക്ടറിനെ നമ്മൾ ആൻറ്റഗോണിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ രണ്ട് വേർഡ്സും ഓർത്ത് വയ്ക്കുക. ദെൻ അടുത്ത പോയിന്റ് കോൺഫ്ലിക്റ്റ്, ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും. റിസൊല്യൂഷൻ, അത് ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സ് ഓഫ് എ സ്റ്റോറി ദാറ്റ് മേ ഷോ റിസോൾവിങ് ദ കോൺഫ്ലിക്റ്റ്. ആ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ റിസൊല്യൂഷൻ. ദ ലാസ്റ്റ് വൺ പോയിന്റ് ഓഫ് വ്യൂ, അതൊരു പേഴ്സ്പെക്റ്റീവാണ്. നമ്മളൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടായിരിക്കുമല്ലോ ആ ഒരു സ്റ്റോറിക്ക്, അതിനൊരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കുക. ദെൻ കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഗൈഡ് ലൈൻസ്, ദ ഫോളോയിങ് ഗൈഡ് ലൈൻസ് വിൽ ഹെൽപ്പ് യു മേക്ക് യുവർ നറേറ്റീവ് എസ്സേ. അപ്പോൾ ഈ ഒരു നറേറ്റീവ് എസ്സേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചില ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ആ ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. A narrative essay may deal with the writer's personal experience or any other sequence of events. ഒരു നറേറ്റീവ് എസ്സേ എന്താണ്? ഒരു റൈറ്ററിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈവൻസിനൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്നു. ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ ഈസ് യൂസ്ഡ് വെൻ റൈറ്റിംഗ് അബൌട്ട് പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുതുമ്പോൾ എപ്പോഴും ഒരു ഫസ്റ്റ് പേഴ്സൺ
പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് നമ്മൾ എഴുതാറുള്ളത്. ദെൻ യു ക്യാൻ ഓൾസോ ബ്രിങ് ഔട്ട് ദ ഇവൻറ്റ്സ് ഓർ ഇൻസിഡൻസ് ഒബ്ജക്റ്റീവ്ലി യൂസിങ് എ തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ. ഒരു തേർഡ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ചിട്ട് നമുക്കിത് ഒബ്ജക്റ്റീവ്ലി പ്രസൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ലൈക്ക് എനി അതർ എസ്സേസ് എ നറേറ്റീവ് എസ്സേ റിവോൾവ്സ് അറൗണ്ട് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ എസ്സേയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒരു തീസിസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എല്ലാ എസ്സേസിനെ പോലെയും ഈ നറേറ്റീവ് എസ്സേസിനും ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് അതിനെ ചുറ്റിപ്പറ്റിയുള്ളതായിരിക്കും ബാക്കി വരുന്ന കാര്യങ്ങൾ. Thesis statement in a narrative essay can be explicit or implied and it may be presented in the opening or the concluding paragraph. ഒരു thesis statement, ഒരു narrative essayയിൽ ഒരു thesis statement explicit ആയിരിക്കും. അതുപോലെ ഇത് ഒരു ഓപ്പണിംഗ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഡിംഗ് പാരഗ്രാഫ്, ഒരു ഓപ്പണിംഗ് പാരഗ്രാഫിൽ ഇത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്, കൺക്ലൂഡിംഗ് പാരഗ്രാഫിലും പറയാറുണ്ട്. ദ ഓപ്പണിംഗ് പാരഗ്രാഫ് ഇൻട്രൊഡ്യൂസസ് ദ സെറ്റിംഗ് and the protagonist and gives a gist of the narrative which should hook the reader to continue reading. ഓപ്പണിംഗ് പാരഗ്രാഫ് ഓർ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ എന്താണ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എന്താണ് ആ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോട്ടഗോണിസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതായിരിക്കും ആ ഒരു എസ്സേൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു റീഡർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്യാൻ തോന്നണം, അല്ലെങ്കിൽ ആ ഒരു റീഡറെ ആ ഒരു ശ്രദ്ധ നമ്മൾ അട്രാക്ട് ചെയ്യണം ഇതിലൂടെ. ആ ഒരു പാരഗ്രാഫാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫാണ് ഈ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്. അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാൻ. ദെൻ ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ ഫൗണ്ട് ഇൻ അക്കാഡമിക് റൈറ്റിംഗ് ഇൻ ജനറൽ നീഡ് നോട്ട് നെസസറിലി ബി ഫോളോഡ് ഇൻ എ നറേറ്റീവ് എസ്സേ. നമ്മൾ പൊതുവേ പറയാറുണ്ട് അക്കാഡമിക് എസ്സേസ് എഴുതുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇൻവേർട്ടഡ് പിരമിഡ് സ്റ്റൈൽ നമ്മൾ പലപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് നറേറ്റീവ് എസ്സേസ് അത് വേണമെന്നില്ല, അത് ഫോളോ ചെയ്യണമെന്ന് ഉള്ള ആവശ്യമില്ല, അങ്ങനെ പറയുന്നു. ദെൻ the body paragraphs are to be arranged keeping in mind a sense of time. Transition phrases can be used to indicate shift in the narration. എന്താണ് ബോഡി പാരഗ്രാഫ് ആർ ടു ബി അറേഞ്ച് കീപ്പിംഗ് ഇൻ മൈൻഡ് എ സെൻസ് ഓഫ് ടൈം. ഒരു സെൻസ് ഓഫ് ടൈമിൻ്റെ ബേസിൽ അത് ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ ഒരു ബോഡി പാരഗ്രാഫ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ. അതുപോലെ ട്രാൻസിഷൻ ഫ്രേസസ് ക്യാൻ ബി യൂസ് ടു ഇൻഡിക്കേറ്റ് ഷിഫ്റ്റ് ഇൻ ദ നറേഷൻ. ആ നറേഷനിൽ വരുന്ന ഒരു ഷിഫ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസിഷൻ ഫ്രേസസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ഇതൊക്കെ മുന്നുള്ള ചാപ്റ്റേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതാണ്. ഡൗട്ടുള്ളവർ അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, the message of the narrative need to be presented clearly in the concluding paragraph. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് നറേറ്റീവ് എസ്സേ ആണെങ്കിലും ഏത് എസ്സേ ആണെങ്കിലും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കൺക്ലൂഡിങ് പാരഗ്രാഫിൽ എന്താണോ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ എന്താണോ ആ ഒരു കൺക്ലൂഷൻ അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് കാണിച്ചിരിക്കണം. ദെൻ the writer of a narrative need to sustain the interest of the reader by generating curiosity in the events unfolded. The writer of a narrative need to sustain the interest of the reader by generating curiosity in the events unfolded. അതായത് ഈ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരാൾ എപ്പോഴും ഒരു റീഡറിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം കാര്യങ്ങൾ അൺഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഒരു എസ്സേ പ്രസൻറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി നറേറ്റീവിൻ്റെ കാര്യമാണെങ്കിൽ. ഡയലോഗ്സ്, ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് റിക്കൗണ്ടിങ് ഓഫ് ആക്ഷൻ ക്യാൻ be made use of to engage the reader's attention. ഡയലോഗ്സും ഡിസ്ക്രിപ്ഷനും റീകൗണ്ടിങ് ഓഫ് ആക്ഷൻസും ഒക്കെ നമ്മൾ ഈ ഒരു റീഡറിൻ്റെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. കോൺവെർസേഷണൽ എക്സ്പ്രഷൻസ് ആൻഡ് കൺട്രാക്ഷൻസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ഡയലോഗ്സ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡയലോഗ്സിൽ യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പോയിന്റ്, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലേസസ് ആൻഡ് തിങ്സ് ആർ ടു ബി പ്രസൻറ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഹെൽപ്പിംഗ് റീഡേഴ്സ് വിഷ്വലൈസ്. അതായത് ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്ലേസസിൻ്റെ ഒക്കെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷൻ നമുക്കിതിൽ ആഡ് ചെയ്യാം, ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാം. അതൊക്കെ എന്താണ് ഈ റീഡർക്ക് വിഷ്വലൈസ് ചെയ്യാനുള്ള ആ ഒരു കാര്യത്തിന് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ദെൻ ലാസ്റ്റ് പോയിന്റ്, conflicts and problems are to be used to create suspense in the reader and to lead to climax and resolution of the conflict. Conflicts and problems are to be used to create suspense in the reader. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കോൺഫ്ലിക്റ്റും പ്രോബ്ലംസ് ഒക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഡറിൻ്റെ മനസ്സിലൊരു സസ്പെൻസ് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ ലാസ്റ്റ് ഒരു ക്ലൈമാക്സിലേക്ക് ലീഡ് ചെയ്യുക പറഞ്ഞാൽ എന്താണ്, ഈ ഒരു കോൺഫ്ലിക്റ്റിനെ നമ്മൾ സോൾവ് ചെയ്യണം. ആ ഒരു റിസൊല്യൂഷൻ നമ്മൾ ഈ ഒരു ക്ലൈമാക്സിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കോൺഫ്ലിക്റ്റും പ്രോബ്ലംസും കാര്യങ്ങളും എല്ലാം വേണം. ക്ലൈമാക്സിൽ അതിനൊരു റെസൊല്യൂഷൻ വേണം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ദെൻ നറേറ്റീവ് എസ്സേസിൻ്റെ ടോപ്പിക്സും എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ചു വിടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ചു വിടുന്നത് നല്ലതായിരിക്കും. ഇനി രണ്ടാമത്തെ ടോപ്പിക് എന്താണ്? അത് നമ്മൾ പറഞ്ഞു നറേഷൻ ഉണ്ട്, നറേറ്റീവ് ഉണ്ട്, ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കാം.
Description means ability to describe things, people, or events in an important skill in communication. It is an important skill in communication. Okay. Description involves presenting information in a manner appealing to the senses, sight, sound, smell, taste, and touch, and creating an impression in the reader or listener. ഡിസ്ക്രിപ്ഷൻ എന്താണ്? വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വസ്തുക്കൾ, ആളുകൾ, അതുപോലെ സ്ഥലങ്ങൾ, അതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളെ സെൻസുകൾ അപ്പീൽ ചെയ്യുന്ന രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക കാര്യങ്ങൾ. സൈറ്റിനെ, സൗണ്ടിനെ, സ്മെല്ലിനെ, ടേസ്റ്റ് ആൻഡ് ടച്ച് എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ റീഡറിനെ ഇംപ്രസ് ചെയ്യിക്കുക, ലിസണറെ ഇംപ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതാണ് ഡിസ്ക്രിപ്ഷൻ. Descriptive writings can be made vivid and interesting by presenting them in an appealing manner. And in descriptive writing, what stands out clearly is perhaps the attitude of the describers to what they describe, their perspective or world view. ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേയിൽ എന്താണ് വരുന്നത്? അതായത് ഒരു എഴുത്തുകാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു വസ്തുവിനോട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിനോട്, അല്ലെങ്കിൽ എന്തോ ആവട്ടെ, എന്തിനെക്കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെന്ന് വെച്ചാൽ അതിനോടുള്ള ഒരു റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ്, അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, ഇതെല്ലാം കൂടിയാണ് ഈ ഒരു എസ്സേയിൽ വരുന്നത്. Therefore, descriptive writing most often contains elements of subjectivity. Your selection of words in describing people and places are indicative of your attitude to them. അതായത് നമ്മൾ എന്ത് കാര്യത്തിലാണ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ പോലും എന്താണ്, നമ്മൾ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു പ്രശ്നത്തിനോടാണെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ നമ്മളോട് ഒരു പേഴ്സണെ കുറിച്ച് ചോദിക്കുകയാണ്, ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് കാണിക്കും. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, നെഗറ്റീവായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് തന്നെ നമുക്ക് അദ്ദേഹത്തോടുള്ള ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തെക്കുറിച്ച് നമ്മുടെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും വ്യക്തമായിരിക്കും. അപ്പോൾ അതൊക്കെ ഈ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. Therefore, descriptive writing most often contains elements of subjectivity. Your selection of words in describing people and places are indicative of your attitude to them. Okay, clear ആയത്. Then next paragraph നോക്കാം. In objective description, writers do not mention how interesting their observation were. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ, ഈ ഡിസ്ക്രിപ്ഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ റൈറ്റേഴ്സ് ഡു നോട്ട് മെൻഷൻ ഹൗ ഇൻട്രസ്റ്റിംഗ് ദെയർ ഒബ്സർവേഷൻസ് വേർ. അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഒബ്സർവേഷനിലുള്ള ആ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യണമെന്നില്ല. ദെയർ എയിം ഈസ് ടു ബ്രിങ് ഔട്ട് എക്സാക്ട് പിക്ചർ ഓഫ് ദ സബ്ജക്ട്സ് ദേ ആർ ഹാൻഡ്ലിംഗ് വിതൗട്ട് ആഡിങ് പേഴ്സണൽ ഇവാലുവേഷൻ ഓഫ് ദെയർ മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ്. എന്താണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ? അതിലൊറ്റ ഉദ്ദേശമുള്ള എക്സാക്റ്റ് ആയിട്ട് എന്താണ് കാര്യം, ആ ഒരു ടോപ്പിക്ക് എന്താണ്, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട്, ജെന്യൂൻ ആയിട്ട്, വളരെ എന്താ പറയുക, പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസും അവരുടെ പോയിന്റ് ഓഫ് വ്യൂവും അതുപോലെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒന്നും കാണിക്കാതെ എക്സാക്റ്റ് ആയിട്ട് എന്താണോ സംഗതി അത് കൺവേ ചെയ്യുക. അതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. One of the way to achieve objectivity in a descriptive writing is by adding illustrations, photographs or any other kind of visuals. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് എഫക്റ്റീവായിട്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. ഇല്ലുസ്ട്രേഷൻസ് ആഡ് ചെയ്യും, അതുപോലെ ഫോട്ടോഗ്രാഫ്സ് ആഡ് ചെയ്യും, അതുപോലെ ഓർ എനി കൈൻഡ് ഓഫ് വിഷ്വൽസ്, എന്തെങ്കിലും വിഷ്വൽസ് ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ കാര്യം ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെയാണ്, അത്ര ഹൈറ്റ് ഉണ്ട്, ഇത്ര വെയിറ്റ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നതിന് പകരം ഇന്ന കോംപ്ലക്ഷൻ ആണ് ഒക്കെ പറയുന്നതിന് പകരം നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്താൽ എന്താണ്, എക്സാക്ട് പിക്ചർ കിട്ടും. അതെന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം എന്താണോ പറയുന്നത് അത് ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പൊടിപ്പും തുങ്ങലും വെച്ച കാര്യങ്ങൾ പറയാതെ എന്താണോ ക്ലിയർ ആയിട്ടുള്ള കാര്യം അത് ജെന്യൂനായിട്ട് ആ കാര്യങ്ങൾ പറയാം. നമ്മുടെ പേഴ്സണലായിട്ടുള്ള വ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡോ ഒന്നും അതിൽ കാണിക്കേണ്ട കാര്യമില്ല. അതാണ് ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, അതിൽ വരുന്ന അടുത്ത ടോപ്പിക്കാണ് സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ. സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഓൺ ദ അതർ ഹാൻഡ് ഈസ് പ്രിഡോമിനൻ്റ്ലി പേഴ്സണലാണ്. ഇൻ സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻസ് യു ആർ ഗിവിങ് യുവർ പേഴ്സണൽ ഇംപ്രഷൻസ് ഓൺ ദ സബ്ജക്റ്റ് യു ആർ ഡിസ്ക്രൈബിങ്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഇംപ്രഷൻ കൊടുക്കുകയാണ്. നിങ്ങൾ ഏത് സബ്ജക്റ്റിനെയാണോ ഹാൻഡിൽ ചെയ്യുന്നത് അതിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, നിങ്ങളുടെ ഒരു പേഴ്സ്പെക്റ്റീവ് എന്താണ്, അപ്പോൾ ആ കാര്യങ്ങളൂടെ ആഡ് ചെയ്ത് പറയുന്നതാണ് ഈ സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഫോർ ഇൻസ്റ്റൻസ്, ഇഫ് യു ആർ ആസ്ക്ഡ് ടു ഡിസ്ക്രൈബ് ദ പ്ലേസ് ഓഫ് യുവർ ബർത്ത് യു വുഡ് ഡു ഇറ്റ് പ്രോബബ്ലി തിങ്കിങ് ഹൗ അറ്റാച്ച്ഡ് യു ആർ to your place. Here your emotional attachment to your place is reflected in your writing. അപ്പോൾ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ നാടിനെക്കുറിച്ച് അബ്രോഡുള്ള ഒരാളോട് നമ്മുടെ നാടിനെക്കുറിച്ച്, നിങ്ങളുടെ നാടിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ അയാളുടെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിനോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നമുക്ക് അതിന് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഈ സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ
അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനും സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷനും. ഡിസ്ക്രിപ്ഷനിൽ കീഴിൽ വരുന്ന 2 സബ് ടോപ്പിക്സ് ആണത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു വിടുക. Then here are some general features of descriptive writing. ഇനി അടുത്ത എന്താണ്, ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിങ്ങിൻ്റെ കുറച്ച് ജനറൽ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. Depending on your assignment, you may write a full-length descriptive essay or integrate description in another type of essay. എന്താണ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ അസൈൻമെൻറ്റ് യു മേ റൈറ്റ് എ ഫുൾ ലെങ്ത് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ. എന്താണ്, നിങ്ങളുടെ അസൈൻമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേ എഴുതുമ്പോൾ നിങ്ങളുടെ അസൈൻമെൻറ്റ് എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങളിത് എഴുതാനായിട്ട്. അടുത്ത പോയിന്റ് നോക്കാം. ദ ഡോമിനൻറ്റ് ഇംപ്രഷൻസ് ഓർ ഇഫക്റ്റ് സെർവ് ആസ് ദ thesis ഓഫ് യുവർ ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ്. എ thesis statement in a descriptive writing can be explicit or implied. എന്താണ്, ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് എസ്സേയിൽ വരുന്ന തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വളരെ എക്സ്പ്ലിസിറ്റ് ആയിരിക്കും, ഓർ സജസ്റ്റഡ് ആയിരിക്കും, ഇംപ്ലൈഡ് ആയിരിക്കും. Then next point, arrange your description in chronological or spatial. Spatial means based on the physical position order. ഒരു ക്രൊണോളജിക്കൽ ഓർഡറിൽ വേണം നിങ്ങളിത് അറേഞ്ച് ചെയ്യാൻ. യു ക്യാൻ ഓൾസോ അറേഞ്ച് ദം ഇൻ ദ ഓർഡർ ഓഫ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഏത് രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, ക്രൊണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ആ രീതിയിൽ ഇമ്പോർട്ടൻസ് കൂടിയത് അതിൻ്റെ അങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. യെറ്റ് അനദർ ഓപ്ഷൻ ഈസ് ദാറ്റ് യു ക്യാൻ അറേഞ്ച് തിങ്സ് ഇൻ ഓർഡർ ഓഫ് ദെയർ അപ്പീൽ ടു ഡിഫറെൻറ്റ് സെൻസസ്. ഡിഫറെൻറ്റ് സെൻസസിനെ അപ്പീൽ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കത് മനസ്സിലാക്കി ആ രീതിയിലും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, use sensory details of sight, sound, smell, taste and touch. This would enable your reader to create a mental picture of what is described. Sensory details കൊടുക്കണം. സെൻസറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ സൈറ്റ്, സൗണ്ട്, സ്മെൽ, ടേസ്റ്റ് ആൻഡ് ടച്ച്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ റീഡർക്ക് അത് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അവർക്കത് ഒന്നുകൂടി ഒരു മെൻ്റൽ പിക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. യൂസ് ആക്റ്റീവ് വേർബ്സ് ടു ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ. ആക്റ്റീവ് വേർബ്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ യൂസ് ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഓൺലി ഇഫ് യു ആർ പെർമിറ്റഡ് ടു ബി സബ്ജക്റ്റീവ്. നിങ്ങൾ സബ്ജക്റ്റീവായിട്ട് എഴുതാൻ പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഫിഗറേറ്റീവ് ലാംഗ്വേജ് യൂസ് ചെയ്യുക. അത്തരത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് വായനക്കാർക്ക് വായിക്കാനും ഇൻട്രസ്റ്റ് ആയിരിക്കും, ലാസ്റ്റ് ചെയ്യും ഒരുപാട് സമയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ്, സബ്ജക്റ്റീവ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഡിസ്ക്രിപ്റ്റീവ് എസ്സേസിനുള്ള സാമ്പിൾ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചു വിടാം. എലമെൻറ്റ്സ് ഓഫ് റൈറ്റിംഗ് എന്ന ചാപ്റ്ററിലെ വളരെ കുറച്ച് സമയം കൊണ്ട് കുറച്ച് ടോപ്പിക്സ് മാത്രമാണ് അപ്പോൾ നമ്മൾ ഇന്ന് കവർ ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് വേറെ പാർട്ടുകളായിട്ട് ഇട്ടുതരാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ ബ്രീഫായിട്ട് മാത്രമാണ് ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുള്ളത്. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് വിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നറേറ്റീവ് എസ്സേ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റൈലിൽ നിങ്ങൾക്കപ്പോൾ എഴുതാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ബാക്കി വരുന്ന പോർഷൻസ് വേറെ പാർട്ടായിട്ട് ഇട്ടുതരാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.